ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ അഡോബി പ്രീമിയറിലെ അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാം. അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ടെക്നിക്സിൽ നമുക്ക് ആദ്യമായിട്ട് അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ടൂൾസിനെ പരിചയപ്പെടാം. നാം മുൻ അധ്യായങ്ങളിൽ സെലക്ഷൻ ടൂൾ, ട്രാക്ക് സെലക്ഷൻ ടൂൾ എന്നീ ടൂളുകളെ കുറിച്ച് പഠിച്ചല്ലോ. നമുക്കിപ്പോൾ റിപ്പിൾ എഡിറ്റ് ടൂൾ, റോളിംഗ് എഡിറ്റ് ടൂൾ എന്നീ ടൂളുകളെ കുറിച്ച് പഠിക്കാം. ഈ ടൂളുകളുടെ രണ്ടിന്റെയും ഉപയോഗം ഏതാണ്ട് ഒരേപോലെയാണ്. അതായത് രണ്ട് ക്ലിപ്പുകൾക്കിടയിലുള്ള കട്ടിംഗ് അല്ലെങ്കിൽ എഡിറ്റിംഗ് പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ട്രിം മോണിറ്റർ എന്ന വിൻഡോയും കൂടെ ഓപ്പൺ ചെയ്യാം. ട്രിം മോണിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് വിൻഡോ മെനുവിലുള്ള ട്രിം മോണിറ്റർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ടി എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ട്രിം മോണിറ്റർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ട്രിം മോണിറ്റർ വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമുക്കിത് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നാം ഒരു ക്ലിപ്പിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ കട്ടിങ്ങിനിടയിലുള്ള ഈ സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് നാം ഈ റിപ്പിൾ എഡിറ്റ് ടൂൾ, റോളിംഗ് എഡിറ്റ് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് റിപ്പിൾ എഡിറ്റ് ടൂളിനെ പരിചയപ്പെടാം. റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ട്രിം മോണിറ്ററിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ടൈം ലൈനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ട്രിം മോണിറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്നത് നാം മുമ്പ് പ്രോഗ്രാം മോണിറ്ററിനെയും സോഴ്സ് മോണിറ്ററിനെയും കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടതാണ്. ഇതാണ് ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ. ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ രണ്ട് ക്ലിപ്പുകൾക്കിടയിലുള്ള എഡിറ്റിംഗ് പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കറക്റ്റ് ഗ്യാപ്പിലാണ് ഈ ടൈം സ്ലൈഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതേ രീതിയിൽ നമുക്ക് റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ രണ്ട് ക്ലിപ്പുകൾക്കിടയിലുള്ള സ്പേസ് ആണിത്. നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നാം റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, രണ്ട് പോയിന്റും ഒരേ രീതിയിൽ അഡ്ജസ്റ്റ് ആകുന്നതായി കാണാൻ സാധിക്കും. റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ആകുന്നുള്ളൂ. അതേസമയം റോളിംഗ് എഡിറ്റ് ടൂൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റും ഒരേ രീതിയിൽ അഡ്ജസ്റ്റ് ആകുന്നതായി കാണുവാൻ സാധിക്കും. ഇങ്ങനെ റിപ്പിൾ എഡിറ്റ് ടൂൾ, റോളിംഗ് എഡിറ്റ് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത രണ്ട് ക്ലിപ്പുകൾക്കിടയിലുള്ള ആ എഡിറ്റിംഗ് പോയിന്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ടൂൾ ബോക്സിലുള്ള റേറ്റ് സ്ട്രെച്ച് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ക്ലിപ്പിന്റെ സ്പീഡും ഡ്യൂറേഷനും മറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ടൂൾ ബോക്സിലുള്ള റേറ്റ് സ്ട്രെച്ച് ടൂൾ എന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ക്ലിപ്പിന്റെ ഏറ്റവും എൻഡ് പോർഷനിലോ സ്റ്റാർട്ട് പോർഷനിലോ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ നമുക്ക് ക്ലിപ്പിന്റെ സ്പീഡും ഡ്യൂറേഷനും, നമുക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാനാണെങ്കിൽ ഇതേ രീതിയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതേപോലെ തന്നെ സ്പീഡ് കുറയ്ക്കാനും ഡ്യൂറേഷൻ കൂട്ടാനും ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ക്ലിപ്പിന്റെ ഏതെങ്കിലും എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ എത്ര വേണമെങ്കിലും കൂട്ടാവുന്നതാണ്. ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ക്ലിപ്പിന്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ റേറ്റ് സ്ട്രെച്ച് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിപ്പിന്റെ ഡ്യൂറേഷനും സ്പീഡും മറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അഡോബി പ്രീമിയറിലെ എഡിറ്റിംഗ് ടൂൾസിലെ സ്ലിപ്പ് ടൂൾ, സ്ലൈഡ് ടൂൾ എന്നീ ടൂളുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് സ്ലിപ്പ് ടൂളിനെ കുറിച്ച് പഠിക്കാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ക്ലിപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ക്ലിപ്പിന്റെ ഡ്യൂറേഷന് വ്യത്യാസം വരാതെ തന്നെ ഇതിന്റെ സ്റ്റാർട്ട് പോയിന്റ് ഫ്രെയിമും എൻഡ് പോയിന്റ് ഫ്രെയിമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടൂൾ ഉപയോഗിക്കുന്നതിനായിട്ട് ടൂൾ ബോക്സിലുള്ള സ്ലിപ്പ് ടൂൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടൂൾ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ക്ലിപ്പിന്റെ സ്റ്റാർട്ട് പോയിന്റിലോ എൻഡ് പോയിന്റിലോ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതാത് ക്ലിപ്പിന്റെ സ്റ്റാർട്ട് പോയിന്റ്, എൻഡ് പോയിന്റ് എന്നിവയെല്ലാം നമുക്ക് 4 ക്ലിപ്പുകളായിട്ട് നമുക്ക് മോണിറ്റർ വിൻഡോയിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട്
റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അതാത് ക്ലിപ്പുകളുടെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ഫ്രെയിം വരുന്നിടം വരെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും റിലീസ് ചെയ്യുക. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്കതിന്റെ വ്യത്യാസം കാണാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് സ്ലൈഡ് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ക്ലിപ്പിന്റെ പൊസിഷൻ മുഴുവനായി നമുക്ക് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ നമുക്ക് ക്ലിപ്പ് സ്ലൈഡ് ചെയ്ത് ഈ ക്ലിപ്പിന്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ക്ലിപ്പുകളുടെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന അതായത് മൂവ്മെന്റ് അഫക്ട് ചെയ്യുന്ന ക്ലിപ്പുകളുടെ സ്റ്റാർട്ട് പോയിന്റ്സും എൻഡ് പോയിന്റ്സും നമുക്കിവിടെ മോണിറ്റർ വിൻഡോയിൽ കാണാവുന്നതാണ്. ഇങ്ങനെ ആവശ്യാനുസരണം ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും റിലീസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സ്ലിപ്പ് ടൂള്, സ്ലൈഡ് ടൂള് എന്നീ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകളുടെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും അതിന്റെ ഡ്യൂറേഷന് വ്യത്യാസം വരാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കാണുന്നത് നമുക്കിവിടെ പെൻ ടൂളാണ്. പെൻ ടൂളിന്റെ കൂടുതൽ ഉപയോഗങ്ങളെ കുറിച്ച് നമുക്ക് വരും അധ്യായത്തിൽ വിശദമായി പഠിക്കാം. അത് കഴിഞ്ഞുള്ള ടൂളാണ് ഹാൻഡ് ടൂള്. ഹാൻഡ് ടൂള് നമുക്ക് ഈ ക്ലിപ്പിനെ ഇവിടെ ടൈം ലൈനിൽ സൂം ചെയ്ത ശേഷം അതിനെ ഇതേ രീതിയിൽ പാൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. സൂം ചെയ്യുന്നതിനായിട്ട് നമുക്ക് കീബോർഡിൽ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് സൂം ചെയ്ത ശേഷം ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ ഇതേ രീതിയിൽ മൂവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സൂം ചെയ്യുന്നതിനായിട്ട് നമുക്ക് സൂം ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്നെങ്കിൽ സൂം ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ പ്ലസ് സൈൻ യൂസ് ചെയ്യുക, സൂം ഔട്ട് ചെയ്യുന്നതിനായിട്ട് മൈനസ് സൈൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ സൂം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. സൂം ചെയ്ത ക്ലിപ്പിനെ നമുക്ക് ഈ ഹാൻഡ് ടൂൾ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ മൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എഡിറ്റിംഗിലെ കൂടുതൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആയിട്ടുള്ള ക്ലിപ്പിന്റെ ഫെയ്ഡിങ് എഫക്ട്സ്, അതുപോലെ തന്നെ ക്ലിപ്പ് ആനിമേഷൻ എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.